ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون وقالوا أإذا ضللنا في الأرض أإنا لفي خلق جديد بل هم بلقاء ربهم كافرون قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد حمدا كثيرا طيبا مباركا فيه സ്നേഹം നിറഞ്ഞ ഖുർആൻ്റെ പഠിതാക്കളെ, സൂറത്തു സജദ അതിൻ്റെ പഠന പരമ്പരയിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല ഇതുവരെ നമ്മൾ പഠിച്ച ആയത്തുകളിൽ വിശദീകരിച്ച വിഷയങ്ങൾ വളരെ വേഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാളത്തെ പരലോകത്തെക്കുറിച്ച്, ആഖിറത്തിനെക്കുറിച്ച്, തൗഹീദിനെക്കുറിച്ച്, റിസാലത്തിനെക്കുറിച്ചൊക്കെയാണ് ഈ സൂറത്തിൽ മൊത്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പ്രതിപാദിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗമായി തൗഹീദ് എന്താണ്, പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ തൗഹീദും റിസാലത്തിനെക്കുറിച്ചും ഇതുവരെ നമ്മൾ മനസ്സിലാക്കി. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനെക്കുറിച്ച് വ്യക്തമായി ആദ്യം തന്നെ പറഞ്ഞു, ലോകരക്ഷിതാവിൽ നിന്നുള്ള ഗ്രന്ഥമാണ്. അവിശ്വാസികളായ ആളുകൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിയുണ്ടാക്കിയതാണ്, അതുകൊണ്ട് തന്നെ അത് നിരർത്ഥകമാണ് എന്നൊക്കെ അവർ വാദിച്ചപ്പോൾ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണെന്നും അതുകൊണ്ടാണ് ആളുകൾക്ക് സന്മാർഗം ലഭിക്കുക എന്നും അള്ളാഹു ആദ്യ ആയത്തുകളിലൂടെ വിശദീകരിച്ചു. എന്നിട്ട് അള്ളാഹു ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറഞ്ഞു. 6 ദിവസങ്ങൾ കൊണ്ട് ആകാശവും ഭൂമിയും അതിലുള്ളതും സൃഷ്ടിച്ചു എന്നും അള്ളാഹു അർഷിൽ സിംഹാസനത്തിൽ ആരോഹണം ചെയ്തതിനെക്കുറിച്ചും ഒക്കെ വിശദീകരിക്കുകയുണ്ടായി. ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത്, യുദബ്ബിറുൽ അംർ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. അല്ലാതെ മുദബ്ബിറുൽ ആലം ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞ്, ഇന്ന വലിയാണെന്നൊക്കെ പറഞ്ഞുള്ള തെറ്റായ വിശ്വാസങ്ങൾ ഇന്ന് സമൂഹത്തിൽ പടർന്നിരിക്കുന്ന ഈ കാലത്ത് ഇത്തരം വചനങ്ങൾ കൂടുതൽ പ്രകാശം നമുക്ക് നൽകുന്നതാണ്. യുദബ്ബിറുൽ അംറ മിനസ്സമായി ഇലൽ അർളി, ഈ മുഴുവൻ അണ്ടകടാഹങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവ്വലോക സംരക്ഷകനും നിയന്താവുമായ അള്ളാഹുവാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നും കാര്യങ്ങളൊക്കെ ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു, ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്നും അതുപോലെ തന്നെ ഇനി ആഖിറത്തിലേക്ക് മടക്കപ്പെടുമെന്നും അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. എല്ലാ അദൃശ്യവും ദൃശ്യവും അറിയുന്ന റബ്ബിലേക്ക് എല്ലാവരും തിരിച്ച് മടക്കപ്പെടും, അങ്ങനെ ഒരു ലോകം വരാനുണ്ട് എന്നും ഓർമ്മപ്പെടുത്തി. അള്ളാഹു അങ്ങേയറ്റം കാരുണ്യവാനും അജയ്യനുമാണ്. അതുപോലെ തന്നെ അതിനുശേഷം ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കണമെങ്കിൽ, പരലോകത്തേക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും മനുഷ്യനൊരു സൃഷ്ടിപ്പുണ്ടാകണം. ആ സൃഷ്ടിപ്പിൻ്റെ, അള്ളാഹു അത്ഭുതകരമായ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളെക്കുറിച്ചും ഒക്കെയാണ് അള്ളാഹു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളതാണ് വിശദീകരിച്ചിരുന്നത്. അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ, ഏറ്റവും നന്നായി വ്യത്യസ്തമായ രൂപത്തിൽ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു എന്നും കളിമണ്ണിൽ നിന്ന് അവൻ ആരംഭിച്ചു എന്നും അതുപോലെ തന്നെ സുമ്മ ജാല നസ്ലഹു, അതിനുശേഷം മിൻ സുലാലത്തിൻ മിൻ മാഇൻ മഈൻ, അവൻ്റെ സന്തതികളെ നിസാരപ്പെട്ട ഒരു തരം വെള്ളമാകുന്ന സത്തിൽ നിന്ന് അവൻ ഉണ്ടാക്കി എന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ 9ാമത്തെ വചനമാണ് ആദ്യമായി നമ്മൾ പഠിക്കാൻ എടുക്കുന്നത്. മുകളിൽ ആയത്തുകൾ നമ്മൾ ഓതി കേട്ടു. ആയത്തിലേക്ക് കടക്കാം. സുമ്മ സവ്വാഹു വനഫഖ ഫീഹി മിർ റൂഹിഹി വജഅല ലക്കുമുസ് സമഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദത ഖലീലം മാ തഷ്കുറൂൻ. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, പിന്നീട് അത്തരത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് വ്യക്തമാക്കുകയാണ്. അന്യൂന്യമായ ശരിപ്പെടുത്തുകയും അവൻ്റെ ജീവനെ ശരിപ്പെടുത്തുകയും ആ ശരീരത്തിൽ തെറിച്ചു വീറുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവനിലേക്ക് തൻ്റെ വക വനഫഖ ഫീഹി മിർ റൂഹിഹി, റൂഹിനെ അല്ലാഹു സുബ്ഹാനഹു തആല ഊതുകയും എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വജഅല ലക്കുമുസ് സമഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദത ഖലീലം മാ തഷ്കുറൂൻ. വജഅല ലക്കും, എന്നിട്ട് അവനിൽ മനുഷ്യൻ നിങ്ങൾക്ക് കേൾവിയും, വൽ അബ്സ്വാറ കണ്ണുകളും, വൽ അഫ്ഇദത ഹൃദയങ്ങളും ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു.
പക്ഷേ കലീലം മാ തഷ്കുറൂൻ, അല്പം മാത്രമേ നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നുള്ളൂ എന്നാണ് അള്ളാഹു ഇതിലൂടെ വിശദീകരിക്കുന്നത്. സുമ്മ സവ്വാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല പിന്നീട് അവനെ ശരിപ്പെടുത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. അവനെ ചൊവ്വാക്കി, വനഫഖ എന്നിട്ട് ഊതുകയും ചെയ്തു, ഫീഹി അവനിൽ മിർ റൂഹി അവൻ്റെ വക റൂഹിൽ നിന്ന്, ആത്മാവിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് റൂഹിനെ ഊതി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുമതിയിലുള്ള റൂഹിനെ അവനിൽ നിന്ന് ഊതി എന്നാണ് അർത്ഥം. അതാണ് അതിൽ നിന്ന് തഫ്സീറുകളിൽ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നത്. എന്നിട്ട് അള്ളാഹു ഇതുവരെ അവൻ എന്ന് വിശദീകരിച്ചതിന് ശേഷം വജഅല ലക്കും നിങ്ങൾ എന്നാണ് പിന്നീട് വിശദീകരിക്കുന്നത്. കാരണം റൂഹ് ഊതിയോടുകൂടി അവനൊരു മനുഷ്യനായി. ആ മനുഷ്യനെ പിന്നെ അള്ളാഹു അഭിമുഖീകരിക്കുകയാണ്. എന്നിട്ട് പറയണം വജഅല ലക്കും നിങ്ങൾക്കവൻ ഉണ്ടാക്കുകയും ചെയ്തു. ആ ഭാഷാപരമായ അതിൻ്റെ ഒരു പ്രത്യേകത സൂചിപ്പിച്ചു എന്ന് മാത്രം. വജഅല ലക്കും നിങ്ങൾക്കവൻ ഉണ്ടാക്കുകയും ചെയ്തു അസ്സംഅ വൽ അബ്സ്വാറ. അവിടെ നോക്കൂ, സം എന്ന് പറയുന്നത് ഏകവചനവും വൽ അബ്സ്വാറ ബഹുവചനവുമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അള്ളാഹു കേൾവിയെ ആദ്യം കേൾവിയെയും പിന്നെ കാഴ്ചയും പറഞ്ഞത്? ഒരു കുട്ടി ജനിച്ചാൽ ആദ്യം അവന് കേൾവിയാണ്, പിന്നീടാണ് അവന് കാഴ്ച ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതുപോലെ ഏകവചനമായി പറഞ്ഞത് ഒരാൾക്ക് ഒരു സമയത്ത് ഒറ്റ കേൾവി ഉണ്ടാവുള്ളൂ, ഒരു കാര്യം കേൾക്കാൻ കഴിയുള്ളൂ. എന്നാൽ കാഴ്ചയെ സംബന്ധിച്ച് ബഹുവചനമായി പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ അവന് കാണാൻ കഴിയും. ഇത്തരത്തിലൊക്കെ നമുക്കതിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കാൻ കഴിയും. വൽ അഫീദത്ത അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഈ നിലക്ക് അവന് കേൾവിയും കാഴ്ചയും വൽ അഫീദത്ത ഹൃദയങ്ങളും എല്ലാം നൽകി, ചിന്തിക്കുവാനുള്ള ശേഷിയും ബുദ്ധിയും എല്ലാം അള്ളാഹു നൽകി. എന്നിട്ട് അള്ളാഹു പറയുകയാണ് കലീലമ്മാ തഷ്കുറൂൻ നിങ്ങൾ കുറച്ചു മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ. മറ്റ് ജീവജാലങ്ങളെപ്പോലെയല്ല അള്ളാഹു പഞ്ചേന്ദ്രിയങ്ങൾ, അതിൽ ചിലത് മാത്രമാണ് ഇവിടെ പറഞ്ഞത്, കേൾവി കാഴ്ച. അതുപോലെ തന്നെ ഇത്തരം അസ്തിത്വം റൂഹിനെ നൽകുകയും അതിനുശേഷം മറ്റു ജീവനങ്ങൾ പോലെ ജീവിക്കാനല്ല, കാഴ്ചയും കേൾവിയുമൊക്കെ. മനുഷ്യൻ്റെ കാഴ്ചയ്ക്ക് പ്രത്യേകതയുണ്ട്, മനുഷ്യൻ്റെ കേൾവിക്ക് പ്രത്യേകതയുണ്ട്. മറ്റു മൃഗങ്ങളും ജീവജാലങ്ങളും കേൾക്കുന്നത് പോലെ കാണുന്നത് പോലെ അല്ല മനുഷ്യൻ കാണുന്നത്. അവൻ്റെ കാഴ്ചയ്ക്കും അതിൽ കൂടുതൽ കാണാനും കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ പ്രത്യേകമായി ചിന്തിക്കാനും അതുകൊണ്ട് തന്നെ കൂടുതൽ വ്യത്യസ്തമായി പ്രവർത്തിക്കാനും ഒക്കെ കഴിവുള്ള രീതിയിലാണ് അള്ളാഹു അവൻ്റെ കാഴ്ചയും കേൾവിയും ഒക്കെ നൽകിയിരിക്കുന്നത്. മറ്റ് ജീവജാലങ്ങളൊന്നും ഒന്നും അങ്ങനെയല്ല. അവരെന്നും കാണുന്നത് അതേ രൂപത്തിൽ കാണുന്നു കേൾക്കുന്നു എന്നല്ലാതെ അതിന് കൂടുതൽ ഒരു പുരോഗമിക്കുന്ന ഒരു രീതി അത്തരം ജീവജാലങ്ങൾക്കില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ നൽകി അള്ളാഹു മനുഷ്യനെ അന്യൂന്യമായി ശരിപ്പെടുത്തി ജീവിപ്പിച്ച് നൽകിയ വലിയ അനുഗ്രഹം ചെയ്ത അള്ളാഹു സുബ്ഹാനഹു തആല, എന്നിട്ടും കലീലമ്മാ തഷ്കുറൂൻ അവർ വളരെ കുറച്ചു മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്നാണ്, കുറച്ചു മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ, ശുക്ർ ചെയ്യുന്നില്ല എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് വിശദീകരിച്ച് നൽകിയിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അധീനതയിൽപ്പെട്ട ആ റൂഹിനെ നൽകിയെന്ന് പറയുന്നതിന് അത്യുന്നതമായ മനുഷ്യൻ്റെ സ്ഥാനത്തെയാണ് അള്ളാഹു അതിലൂടെ സൂചിപ്പിച്ച് നൽകുന്നത്. മനുഷ്യന് വിവേകവും തിരിച്ചറിവും ഒക്കെ നൽകിയിരിക്കുന്നുണ്ട്. തെറ്റേതാണ് ശരിയേതാണ് എന്ന് വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള വിവേകശക്തി അള്ളാഹു സുബ്ഹാനഹു തആല അതിലൂടെ നൽകിയിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ വിശദീകരിച്ച് നൽകുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പ്രത്യേകമായി പറയുകയാണ്, ഖുർആനിൽ വ്യക്തമാക്കി. ഇതിൽ അത്ഭുതകരമായ കാര്യം ഈ വചനങ്ങളിലുള്ള അള്ളാഹു പ്രയോഗിച്ച ആ ഒരു രീതി, അതിൻ്റെ പദങ്ങളുടെ ആ ഒരു രീതി തന്നെ അത്ഭുതമാണ്. കേൾവിക്ക് സമ എന്ന് പറഞ്ഞു, അബ്സ്വാർ കാഴ്ചകൾക്ക് പറഞ്ഞു. ഇപ്പോൾ ഹൃദയത്തിന് അഫ്ഇദ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കേൾവി എന്നത് ഏകവചനത്തിൽ പറഞ്ഞു, കാഴ്ച എന്നത് ബഹുവചനത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ അഫ്ഇദ ഹൃദയം, ബുദ്ധി. സാധാരണ ഹൃദയത്തിന് കൽബ് എന്നാണ് പറയുക. എന്നാൽ വികാരങ്ങളും ചിന്തകളും എല്ലാം ഉൾക്കൊള്ളുന്ന ആഴത്തിലുള്ള മനസ്സിനെയാണ് അഫ്ഇദ എന്ന് പറയുക. ആ നിലക്കാണ് അള്ളാഹു മനുഷ്യൻ്റെ ഹൃദയത്തെ സംവിധാനിച്ചിരിക്കുന്നത്. കേൾക്കുന്നതും കാണുന്നതുമൊന്നും വെറുതെ അല്ല. അതുകൊണ്ടൊക്കെ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും അള്ളാഹുവിനെ ആ ദൃഷ്ടാന്തത്തിലൂടെ കണ്ടെത്തുകയും ചെയ്യുക എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ആയത്തിൻ്റെ ചുരുക്കം ഇത്രയുമാണ്. അള്ളാഹു ഈ നിലക്ക് അള്ളാഹുവിൻ്റെ റൂഹിൽ നിന്ന്, ആത്മാവിൽ നിന്ന് അവന് ഊതുകയും എന്നിട്ട് എല്ലാ നിലക്കുമുള്ള കേൾവി കാഴ്ച എല്ലാം നൽകുകയും ചെയ്ത മനുഷ്യൻ, ആ ഹൃദയങ്ങളും ചിന്തിക്കാനും മനനം ചെയ്യുവാനും ഒക്കെയുള്ള നിലക്ക് സൃഷ്ടിച്ച റബ്ബ്, അതൊക്കെ നൽകിയത് അള്ളാഹുവിനെ മനസ്സിലാക്കാനും പരലോകത്തിന് വേണ്ടി പണിയെടുക്കാനും വേണ്ടിയിട്ടാണ്. പക്ഷേ മനുഷ്യർ പലരും നന്ദി കാണിക്കുന്നില്ല, കുറച്ചു മാത്രം നന്ദി കാണിക്കുന്നുള്ളൂ എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്. എന്നാൽ ഈ നന്ദികേടിൻ്റെ
ആഖിറത്തിനെക്കുറിച്ച്, ഈ പരലോകത്തെ നിഷേധിക്കുന്നതിനെക്കുറിച്ചാണ് തൊട്ടടുത്ത വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല വ്യക്തമാക്കി ഓർമ്മപ്പെടുത്തുന്നത്. അത്തരം നിഷേധിക്കുന്ന ആളുകളെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് സത്യവിശ്വാസികളായ ആളുകൾക്ക് അതുപോലെ ആയിത്തീരാതിരിക്കാൻ വേണ്ടിയാണ്. മനുഷ്യൻ്റെ കാഴ്ചയും കേൾവിയൊക്കെ അള്ളാഹ് ചോദ്യം ചെയ്യും. ഇന്നസമഅ വൽ ബസ്വറ, അള്ളാഹു മനുഷ്യൻ്റെ ഫുആദ, അതുപോലെ അവൻ്റെ ഹൃദയത്തിൻ്റെ ചിന്തകളും അവൻ്റെ കാഴ്ചകളും അവൻ്റെ കേൾവികളും എല്ലാം തീർച്ചയായും നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു ബോധത്തിലായിരിക്കണം വിശ്വാസികൾ എപ്പോഴും ജീവിക്കേണ്ടത്. തൊട്ടടുത്ത വചനത്തിൽ ഇതിനെയൊക്കെ നിഷേധിക്കുകയും ഇതിനെയൊക്കെ പരിഹസിക്കുകയും ചെയ്ത മക്കയിലെ മുശ്രിക്കുകൾ അവർ പറഞ്ഞ ചില ന്യായീകരണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു തആല തൊട്ടടുത്ത വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ആയത്തിൽ ഇതര ജീവികളെപ്പോലെ ചലിക്കാനും ജീവിക്കാനുമുള്ള കഴിവുകൾ നൽകിയ അള്ളാഹുവിനെ ഒരിക്കലും നന്ദികേട് കാണിക്കരുതെന്നും കണ്ടും കേട്ടും മനസ്സിലാക്കിയ കാര്യങ്ങൾ ഗ്രഹിച്ചും ആലോചിച്ചും യഥാർത്ഥ ജീവിതം ചിട്ടപ്പെടുത്തണമെന്നും അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത വചനത്തിലൂടെ അല്ലാഹ് പറഞ്ഞു, വഖാലു ഐദാ ളലൽനാ ഫിൽ അർളി അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ് ബൽ ഹും ബിലിഖാഇ റബ്ബിഹിം കാഫിറൂൻ. വഖാലു, അവർ പറയുന്നു, അഥവാ അവർ പറഞ്ഞു, ഐദാ ളലൽനാ, നാം പറഞ്ഞു പോയിട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ പാഴായി പോയിട്ടാണോ, അഥവാ മരിച്ചുപോയി മണ്ണോടടിഞ്ഞിട്ടാണോ, ഫിൽ അർളി, ഭൂമിയിൽ, അഇന്നാ, നിശ്ചയമായും ഞങ്ങളോ, ലഫീ ഖൽഖിൻ, ഒരു സൃഷ്ടിയിലായിരിക്കുക, അല്ലെങ്കിൽ ജദീദ്, പുതിയ സൃഷ്ടിപ്പ് പിന്നെ ഉണ്ടാകുമെന്ന് അവർ പരിഹസിക്കുകയാണ്. ബൽ, എന്നാൽ, ഹും, അവർ, ബിലിഖാഇ റബ്ബിഹിം, തങ്ങളുടെ റബ്ബുമായി കാണുന്നതിൽ, കാഫിറൂൻ, അവിശ്വാസികളാണ്, നിഷേധികളാണ് എന്നാണ്. അവിശ്വാസികളായ ആളുകൾ പറയുകയാണ്, അവർ പറയുകയാണ്, ഖാലു, ഞങ്ങൾ ഭൂമിയിൽ മറഞ്ഞു പാഴായിപ്പോയാൽ, മരിച്ചു മണ്ണ് ചേർന്നാൽ, ഐദാ ളലൽനാ ഫിൽ അർളി അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, നിശ്ചയമായും ഞങ്ങൾ പുതിയൊരു സൃഷ്ടിയായി വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, ബഅസ് നൽകപ്പെടും എന്നാണോ പറയുന്നത്? ബൽ ഹും ബിലിഖാഇ റബ്ബിഹിം കാഫിറൂൻ. അങ്ങനെ, എന്നാൽ അവർ തങ്ങളുടെ രക്ഷിതാവുമായി കണ്ടുമുട്ടുന്നതിനെ യഥാർത്ഥത്തിൽ പരിഹസിച്ച് തള്ളുകയാണ്, അവർ കളിയാക്കുകയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ വിശദീകരിച്ച് നൽകുന്നത്. മനുഷ്യൻ മരണപ്പെട്ട് മണ്ണടിഞ്ഞു പോയതിനു ശേഷം രണ്ടാമതൊരു ജീവിതമുണ്ടാകുക എന്നത് അസാധ്യമാണെന്ന് ധരിച്ചു വെച്ച മുശ്രിക്കുകളുടെ പരിഹാസങ്ങളും ആശ്ചര്യവും നിറഞ്ഞ ചോദ്യമാണ്, അതിനുള്ള മറുപടിയുമാണ് തൊട്ടടുത്ത വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ നമ്മളെ പ്രത്യേകമായി പഠിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ അവിശ്വാസികൾ വാദിക്കുന്നത് സൃഷ്ടിപ്പിലെ യുക്തി, ആദ്യമായി ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു റബ്ബ്, അതല്ലാഹ് പറഞ്ഞു. ഉള്ളതിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് വീണ്ടും സൃഷ്ടിക്കുക എന്നത് എത്രയോ എളുപ്പമാണെന്ന് ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ചോദിക്കുന്നുണ്ട്, അല്ലേ? പ്രശ്നം വിജ്ഞാനമല്ല, വിശ്വാസമാണ്. ആ വിശ്വാസമാണ് ഉണ്ടാകേണ്ടത്. അവർക്ക് പുനർജന്മം എന്ന് പറയുന്നത് അസാധ്യമാണെന്ന ബോധ്യമുള്ളത് കൊണ്ടല്ല അവരിത് നിഷേധിക്കുന്നത്. അവർക്കറിയാം അള്ളാഹുവിനെ സൃഷ്ടിക്കാൻ കഴിയുമെന്നൊക്കെ. പക്ഷേ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന പരലോക ബോധത്തെ അംഗീകരിക്കാനുള്ള മടി ഇത് ഇന്നത്തെ സമൂഹത്തിലുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പല ആളുകളും അള്ളാഹുവിനെ നിഷേധിച്ചും അതുപോലെ എക്സ് മുസ്ലിം എന്ന പേരും പറഞ്ഞ് ഇന്നത്തെ കാലത്ത് കുറേ യുവാക്കളുമൊക്കെ പോകുന്നതിൻ്റെ കാരണം, അതുപോലെ ദീനനുസരിച്ച് ജീവിക്കാത്തതിൻ്റെ കാരണം എന്താ പറയുക, മറ്റൊരു തലത്തിൽ ഈ ഒരു ആശയമാണ് അവരും പറയുന്നത്. എൻ്റെ കാരണം പരലോകമുണ്ട് എന്നൊക്കെ അവർക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് ഈ അതിർവരമ്പുകളില്ലാത്ത ജീവിതം ജീവിക്കണം, തോന്നിയതുപോലെ അവർക്ക് ജീവിക്കണം, അതിന് കാണുന്ന ഒരു ഉപാധിയാണ്. ഇങ്ങനെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും കുറേ തെറ്റുകൾ ചെയ്യുമ്പോൾ തൗബ ചെയ്യാനുള്ള മനസ്സില്ല. അങ്ങനെ വരുമ്പോൾ പിന്നീട് ഈ ഒരു ഭയവും പരലോകം ഉണ്ടെന്നുള്ളൊരു ഭയമില്ലാതെ ജീവിക്കാനുള്ളൊരു മാർഗം, ഈ അതിർവരമ്പുകളില്ലാതെ തോന്നിയതുപോലെ ജീവിക്കാനുള്ളൊരു മാർഗം എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കുക എന്നുള്ളതാണ്, അതിനെ കൈയൊഴിക്കുക എന്നുള്ളതാണ്, അതിനെ പരിഗണിക്കാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ സമാധാനത്തെ ജീവിക്കാം, ഒന്നുമില്ല, എൻ്റെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് ജീവിക്കാൻ കഴിയും. ആ ഒരു രീതിയിലാണ് ഇന്ന് പല ആളുകളും അത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത് എന്നുകൂടി നമുക്ക് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് മറുപടിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല വീണ്ടും അടുത്ത ആയത്തിലൂടെ അതിന് മറുപടി കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ആയത്തിൽ അല്ലാഹു പറയാണ്, ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ ഉക്കില ബിക്കും തുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. നബിയെ പറയുക, നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മരണത്തിൻ്റെ ഒരു മലക്കുണ്ട്, ആ മലക്കിൻ്റെ കൂടെ കുറേ മലക്കുകളുണ്ട്, നിങ്ങളെ പൂർണ്ണമായും ഏറ്റെടുക്കും,
പിന്നീട് നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും എന്ന് അല്ലാഹു പറയുകയാണ്. കുൽ പറയുക നബിയെ, യതവഫാക്കും നിങ്ങളെ പൂർണ്ണമായും എടുക്കും, ബിക്കും നിങ്ങളിൽ, നിങ്ങളുടെ കാര്യത്തിൽ, തുമ്മ പിന്നീട് ഉക്കില ബിക്കും ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ, തുമ്മ ഇലാ റബ്ബിക്കും പിന്നെ നിങ്ങൾ റബ്ബിലേക്ക് മടങ്ങും, തുർജഊൻ മടക്കപ്പെടും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അമാനി മൗലവി അതിൻ്റെ ആദ്യ വിശദീകരണത്തിൽ ഇവിടെ യതവഫാക്കും എന്ന് പറഞ്ഞില്ല, തവഫ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. തവഫ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥതലങ്ങൾ പരിശോധിച്ചാൽ വളരെ അർത്ഥവത്തായ ചില വശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അറബി ഭാഷയിൽ ഈ പദത്തിന് പല ആശയങ്ങളുണ്ട്. പൂർണ്ണമായും ഏറ്റെടുക്കുക എന്ന അർത്ഥമുണ്ട്. ഒരു സാധനം ബാക്കിയൊന്നും വെക്കാതെ പൂർണ്ണമായും ഏറ്റെടുക്കുക എന്ന ഉദാഹരണത്തിന് ഒരാൾക്ക്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരാൾക്കൊരു കടം കൊടുത്തു, ആ കടം ഒട്ടും കാശ് ബാക്കി വെക്കാതെ പൂർണ്ണമായും വീട്ടിക്കഴിഞ്ഞാൽ അതിന് ഈ പദം പ്രയോഗിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ആത്മാവിനെ ഏറ്റെടുക്കൽ, ഖുർആനിൽ മരണത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഈ സ്ഥലത്ത് തന്നെ, ഈ ആയത്തിൽ തന്നെ ഈ പദം ഉപയോഗിക്കുന്നത് ആ ഒരു ആഴത്തിലുള്ള ഒരു അർത്ഥത്തിന് വേണ്ടിയാണ്. മരണമെന്നത് വെറും ഒരു അവസാനമല്ല, മറിച്ച് അവൻ തീരുകയല്ല, മറിച്ച് അള്ളാഹു മനുഷ്യന് നൽകിയ ആത്മാവിനെയും അവൻ്റെ കർമ്മങ്ങളെയും എല്ലാം അള്ളാഹുവിൻ്റെ പ്രതിനിധികളായ മലക്കുകൾ പൂർണ്ണമായും തിരിച്ചെടുക്കുന്ന ആ പ്രക്രിയ, അതിനാണ് അവരുടെ റൂഹിനെ മാത്രം ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തുന്ന ആ ഒരു രീതി. ശരീരം നശിച്ചു പോകുമായിരിക്കും, പക്ഷേ റൂഹ് ഒരിക്കലും നശിക്കുന്നില്ല. അവൻ്റെ വ്യക്തിത്വം ആ ഒരു ഇത് ഒരിക്കലും നശിക്കുന്നില്ല. ആ ശരീരം ഒരുപക്ഷെ മണ്ണായി തീരും. ആത്മാവിൻ്റെ അള്ളാഹുവിൻ്റെ വക്കിലേക്ക് സുരക്ഷിതമായി ഏറ്റെടുക്കുന്നു എന്ന അർത്ഥത്തിലാണ് കുൽ യതവഫാക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുള്ളത്. ഇതേ പദം നമുക്ക് പരിശുദ്ധ ഖുർആനിൽ മറ്റ് സ്ഥലങ്ങളിലും കാണാൻ കഴിയും. ഉറക്കവും ഒരു തരം തവഫ എന്നാണ് അല്ലാഹു പറഞ്ഞത്. സൂറത്തുൽ അൻആമിൽ 60-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, രാത്രി നമ്മുടെ ഉറക്കിനെ വിശേഷിപ്പിക്കുമ്പോൾ ആ പദം ഉപയോഗിച്ചിട്ടുണ്ട്. രാത്രി നിങ്ങളെ പൂർണ്ണമായും അല്ലാഹു ഏറ്റെടുക്കുന്നു, യതവഫാക്കും. എന്നാൽ പിന്നീട് ഉറക്കത്തിൽ മനുഷ്യൻ്റെ ബോധത്തെ താൽക്കാലികമായി ഏറ്റെടുക്കുകയും രാവിലെ ഉണരുമ്പോൾ അത് തിരിച്ചു നൽകപ്പെടുകയും ചെയ്യുന്നു എന്ന അർത്ഥത്തിലും നമുക്ക് ആ ഒരു അർത്ഥം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അമാനി മൗലവി അതുപോലെ മറ്റു പദങ്ങൾ ഇതുപോലെ തന്നെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞ് ഇസ്തക്മല എന്ന പദം പൂർത്തിയാക്കിയെടുക്കുന്നതിനാണ് ഇസ്തക്മല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും തികച്ചു വാങ്ങുക എന്ന അർത്ഥത്തിൽ ആ ഒരു പദം ഉപയോഗിക്കുന്നതായി കാണാൻ കഴിയും. പ്രധാനമായും ഒരവകാശം പൂർണ്ണമായും ചോദിച്ചു വാങ്ങുക, അല്ല പൂർത്തിയാക്കുക എന്നൊക്കെ അർത്ഥത്തിൽ. ഇപ്പോൾ ആയുസ് പൂർത്തിയാക്കുകയാണ് ഒരു മനുഷ്യൻ്റെ. മരണത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്തക്മല എന്ന വാക്കിന് വലിയൊരു ആശയം നമുക്ക് മനസ്സിലാക്കാം. ഒരാൾക്ക് അള്ളാഹു ഭൂമിയിൽ നിശ്ചയിച്ച അവൻ്റെ ലൈഫ്, അവൻ്റെ ആയുസ്, അതുപോലെ അയാൾക്ക് ലഭിക്കേണ്ട ഭക്ഷണം, റിസ്ക്, ഇതെല്ലാം ഒരു തൊരി പോലും അയാൾക്ക് നിശ്ചയിക്കപ്പെട്ടത് ബാക്കി നിൽക്കാതെ പൂർണ്ണമായും തീർന്നു കഴിഞ്ഞ് എന്ന അർത്ഥത്തിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയും. കണക്ക് പൂർത്തിയാക്കി മനുഷ്യൻ ദുനിയാവിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ അവസാനിപ്പിക്കുകയും അവൻ്റെ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യപ്പെടുകയും ഹിസാബിൻ്റെ ഒരു ലോകത്തേക്ക് അവൻ മാറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ മരണത്തിലൂടെ സംഭവിക്കുന്നത് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ പ്രയോഗം സൂറത്ത് സജദയിലെ 11-ാമത്തെ വചനത്തിൽ അള്ളാഹു ഈ തവഫ എന്ന പദം നമുക്ക് ആ നിലക്ക് കൊടുക്കുന്നതായി കാണാൻ സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ബാക്കി വിശദ വിവരങ്ങൾ അമാനിയുടെ തഫ്സീർ വായിക്കുക. അതുപോലെ അല്ലതി കേൾപ്പിക്കപ്പെട്ട മലക്കുൽ മൗത്ത്, ബസ്റായിൽ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പറയാറുണ്ട്. ഇപ്പോൾ ഹദീസ് ഖുർആനിലൊക്കെ വന്നിട്ടുള്ളത് മലക്കുൽ മൗത്ത് എന്നാണ്. ആ മലക്കുൽ മൗത്ത്, ആ മലക്കിൻ്റെ കൂടെ കുറേ മലക്കുകൾ ഉണ്ടാകുമെന്നൊക്കെ ഹദീസിലുണ്ട്. അവരെല്ലാം വന്നിട്ട് ആ മലക്ക് റൂഹിനെ, മനുഷ്യൻ്റെ റൂഹിനെ പിടിക്കും. ആ പിടിക്കുന്ന രൂപങ്ങൾ വളരെ വിശദമായി ഹദീസുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സത്യവിശ്വാസിയുടെ ആത്മാവിനെ പിടിക്കുക, എങ്ങനെയാണ് അവിശ്വാസികളായ ആളുകളുടെ ആത്മാവിനെ പിടിക്കുക എന്ന് വേർതിരിച്ച് അത് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അത് നമുക്ക് ചുരുങ്ങിയ രൂപത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മലക്കുകളുടെ സാന്നിധ്യം, റൂഹ പിടിക്കുന്ന മരണവേളയിൽ മലക്കുകളുടെ സാന്നിധ്യവും പ്രവർത്തനവും ഉണ്ടായിരിക്കുമെന്ന് ഖുർആൻ വളരെ വ്യക്തമായി നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തു നഹ്ലിൻ്റെ 28-ാമത്തെ ആയത്ത്, അതുപോലെ തന്നെ 32-ാമത്തെ ആയത്ത്, സൂറത്തു നിസാഇൻ്റെ 97-ാമത്തെ വചനം, സൂറത്തു മുഹമ്മദിൻ്റെ 27-ാമത്തെ വചനങ്ങളിലൊക്കെ അള്ളാഹു അക്കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂറത്തു നഹ്ലിൻ്റെ 28-ാമത്തെ വചനത്തിൽ അള്ളാഹു അല്ലദീന യതവഫാഹുമുൽ മലായികത്തു എന്ന് തുടങ്ങുന്ന ആ ഒരു വചനത്തിൽ അള്ളാഹു പറയുന്നത്, അവർക്കു തന്നെ ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കെ മലക്കുകൾ ഏതൊരാളുകളുടെ ജീവിതമാണോ അവസാനിപ്പിക്കുന്നത് അവർക്ക് അള്ളാഹു യാതൊരു തിന്മയും ചെയ്തിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം കീഴ്വണക്കത്തിന് സന്നദ്ധ പ്രകടിപ്പിക്കും. അങ്ങനെയല്ല, തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അറിയുന്നവനാകുന്നു
എന്നാണ് സൂറത്തു നഹ്ലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഇനി അതേ സൂറത്തിൽ തന്നെ അതിൻ്റെ 32-ാമത്തെ ആയത്തിൽ അല്ലദീന യതവഫാഹും ഉൽ മലായിക്കത്തു എന്ന് തൊയ്യിബീന എന്ന പദം കാണാൻ സാധിക്കും. അല്ലദീന യതവഫാഹും മലായിക്കത്തു തൊയ്യിബീന എന്ന് തുടങ്ങുന്ന ആയത്തുണ്ട്. ആയത്തിൽ അള്ളാഹു പറയുന്നത് യഖൂലൂന സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുന്തും തഅമലൂൻ. അവിടെ അള്ളാഹു പറയുന്നത് നല്ലവരായിരിക്കെ നല്ല ആളുകളുടെ മലക്കുകൾ ഏതൊരു കൂട്ടരുടെ ജീവിതം അവസാനിപ്പിക്കുന്നു അവർക്ക് മലക്കുകൾ പറയും നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടതിൻ്റെ ഫലമായി നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്ത് നഹ്ലിൽ പറയുന്നത്. അമാനു മൗലവി അത് റെഫർ ചെയ്യാൻ വേണ്ടി ആ ആയത്ത് പ്രത്യേകം എടുത്തു കൊടുക്കുന്നുണ്ട്. പിന്നീട് സൂറത്തു നിസായിലാണ് മറ്റു പദങ്ങൾ കാണുന്നത്. സൂറത്തു നിസാഇൻ്റെ 97-ാമത്തെ ആയത്താണ്. അവിടെയും ഇതേ രൂപത്തിലുള്ള ആയത്താണ്. ഇന്നല്ലദീന തവഫാഹുമുൽ മലായിക്കത്തു ളാലിമി അൻഫുസിഹിം എന്ന് തുടങ്ങുന്ന ആയത്താണ്. ആയത്തിൽ അള്ളാഹു പറയുന്നത് അവിശ്വാസികളുടെ ഇടയിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തത്തോട് അന്യായം ചെയ്ത ആളുകളെ മരിപ്പിക്കുമ്പോൾ മലക്കുകൾ അവരോട് ചോദിക്കും നിങ്ങൾക്ക് എന്തൊരു നിലപാടായിരുന്നു? അവർ പറയും ഞങ്ങളുടെ നാട്ടിൽ അടിച്ചൊതുക്കപ്പെട്ടവരായിരുന്നു. അപ്പോൾ മലക്കുകൾ ചോദിക്കും അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? നിങ്ങൾക്ക് സ്വദേശം വിട്ട് അതിനാൽ എവിടെയെങ്കിലും പോകാമായിരുന്നല്ലോ. എന്നാൽ അത്തരക്കാരുടെ വാസസ്ഥലം നരകമത്രേ, അതത്ര ചീത്ത സങ്കേതം എന്നാണ് അള്ളാഹു വസാഅത്തു മസീറ, വളരെ മോശപ്പെട്ട സങ്കേതം എന്നാണ് അള്ളാഹു ആ ആയത്തിലൂടെ വിശദീകരിക്കുന്നതായി നമുക്ക് കാണുന്നത്. മറ്റൊരു വചനം സൂറത്ത് മുഹമ്മദിൻ്റെ 27-ാമത്തെ വചനമാണ്. അവിടെയും മരണത്തിൻ്റെ രൂപമാണ് അള്ളാഹു പറയുന്നത്. സൂറത്തു മുഹമ്മദിൻ്റെ 27-ാമത്തെ വചനം ഫകൈഫ ഇദാ തവഫത്തുഹുമുൽ മലായിക്കത്തു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, അഥവാ അപ്പോൾ മലക്കുകൾ അവരുടെ മുഖത്തും പിൻഭാഗത്തും അടിച്ചുകൊണ്ട് അവരെ മരിപ്പിക്കുന്ന സന്ദർഭത്തിൽ എന്തായിരിക്കും അവരുടെ സ്ഥിതി? ഇത് അവിശ്വാസികളുടെ മരണത്തിൻ്റെ ഒരു രൂപമാണ്. അത് ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് അടുത്ത ആയത്തിൽ നമുക്ക് പഠിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആയത്തുകൾ അമാനി മൗലവി പ്രത്യേകം അവിടെ താഴെ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇത് പരിശോധിക്കാൻ വേണ്ടി എടുത്തു കൊടുക്കുന്നുണ്ട്. അതും നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ.